ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. നോക്കിക്കേ, അപ്പോസ്തല പ്രവൃത്തികൾ 5:12. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബൈബിളിൻ്റെ അകത്ത് ഞാൻ അതിനെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ വായിക്കാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. സിനിയുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. ഇന്ന് രാത്രികാലം ആത്മാവിൽ ആഴത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പേര് ചേർത്ത് വായിക്കാനിടയാറ്റിയെന്നാം. നിങ്ങൾ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കാനിടയായിത്തീരും. ഇന്ന് രാത്രിയിൽ അസാധാരണമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരും ദൈവദാസിമാരും ആദരം തുറന്ന് ഇത് പറയുവാനിടയായിത്തീരണം. നിങ്ങളുടെ പേര് പറയണം. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സിനിയുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. നമ്മുടെ കൈ എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് ദൈവത്തിന്റെ കരം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കരം വ്യാപരിക്കാനിടയായിത്തീരും. പ്രൈസ് ദൈവത്തിന്റെ കരം ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു തരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ശക്തിയിൽ നിറഞ്ഞിരുന്നു, ദൈവത്തിന്റെ കൃപയിലും നിറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു ജനത്തിന്റെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ഇന്നെന്നെ കേൾക്കുന്ന സകല ദൈവജനത്തോടും ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, നിങ്ങളുടെ ഇടയിലും അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ദൂതിനെ ഞാൻ കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രൈസ്. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടി വരിക പതിവായിരുന്നു എന്നല്ല, ഏക മനസ്സോടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ജനത്തിൻ്റെ ഇടയിൽ ചെയ്യണമെങ്കിൽ, പ്രൈസ് ദൈവം നമ്മുടെ ഇടയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, ദൈവം നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യണമെങ്കിൽ ഏക മനസ്സാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനിടയായി തീരണം. അത്ഭുതത്തിന് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? വിടുതലിന് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? സൂപ്പർ നാച്ചുറലിലും കൈകാര്യം ചെയ്യുവാൻ തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രിയിൽ അതിനെ പരിശോധിക്കാൻ തക്കവണ്ണം തയ്യാറാകണം. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ റിലീസ് ചെയ്യണം. ദൈവത്തിന്റെ അത്ഭുതത്തെ നിങ്ങൾ റിലീസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവർ ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലേക്ക് പതിവായി വരുന്നവരെ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ അത്ഭുതം പ്രവർത്തിക്കാനും അത്ഭുതം കാണുവാനും അനുഭവിക്കാനും കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഭവനത്തിൽ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ടിവിയിലെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതം നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. എല്ലാവരുടെ കുറ്റവും കുറവും നോക്കി പ്രൈസ് ദി ലോർഡ് ഞാൻ തന്നെ തികഞ്ഞതാ എന്ന് പറഞ്ഞ് ഭവനത്തിലിരുന്നാൽ അത്ഭുതം കാണാനും പറ്റത്തില്ല, അത്ഭുതം അനുഭവിക്കാനും പറ്റത്തില്ല. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? മനസ്സിലായെങ്കിൽ മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക് മടങ്ങുക. ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. അപ്പോൾ ഏക മനസ്സോടെ അവർ ദൈവസന്നിധിയിൽ എപ്പോഴും എന്നും വന്നിരുന്നു. ഇന്ന് രാത്രിയിൽ ഭവനത്തിന്റെ അകത്ത് മടിച്ചിരിക്കുന്ന ചിലരോടാണ് ദൈവത്തിന്റെ ആത്മ പറയുന്നത്, ഒരാരാധനകൾക്കും പോകാതെ ആ പാസ്റ്ററുടെ കുറ്റം കണ്ട്, ഈ പാസ്റ്ററുടെയും കുറ്റം കണ്ട്, ആ ദൈവദാസന്റെയും കുറ്റം കണ്ട്, ആ ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ കുറ്റം കണ്ടേച്ച് പ്രൈസ് ദി ലോർഡ് ഭവനത്തിന്റെ അകത്ത് ചുമ്മാതെ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഓൺലൈനിൽ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാ മെസ്സേജും ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു പ്രയോജനമില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചാൽ ചിലപ്പോൾ ചിലതൊക്കെ നടന്നിരിക്കും. ദൈവത്തിന്റെ ഫേവർ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടെന്നിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ കൂട്ടായ്മ ആചരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ഭവനത്തിന് അകത്ത് ഒരാരാധനകൾക്കും പോകാതെ ദൈവദാസന്മാരുടെ ദൈവസഭയുടെ കുറ്റം കണ്ടുകൊണ്ട് ഇരിക്കുന്ന ചില
ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളോട് തന്നെയാണ് വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. അതെല്ലാം മറന്നുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഈ ലോകത്തായിരിക്കുമ്പോൾ അഭിഷിക്തന്മാരോട് ക്ഷമിക്കുവാനും ദൈവസഭയോട് ക്ഷമിച്ച് അവരോട് കൂടി വരുവാനും കഴിയുന്നില്ല എങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ എങ്ങനെ അഭിഷിക്തന്മാരോടുകൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരോടുകൂടെ ഒന്നിച്ച് നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയും? പ്രൈസ്. ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ വിടേണ്ടതിനെ വിട്ടുകൊണ്ട് മാനസാന്തരത്തിന്റെ അനുഭവത്തെ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനുഭവത്തിനായി ജീവിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടെങ്കിൽ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകെ നിങ്ങളോട് തന്നെ ദൂത മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങിവ. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ മാനസാന്തരത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആരും സ്തോത്രം പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. ആരും ഹല്ലേലൂയ പറയാറില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, കാര്യം പറഞ്ഞാൽ കഞ്ഞിയില്ല. പ്രൈസ് ദി ലോർഡ്. കഞ്ഞിയില്ലേലും കുഴപ്പമില്ല, കാര്യമൊന്ന് പറയാനൊന്ന് അനുവദിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം പോയൊരു പോക്കേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ, നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത്. ഒന്ന് സന്തോഷത്തോടു കൂടി ഇരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്തുച്ചായ ഒന്നൊന്ന് ചിരിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നല്ലൊരു അഭിഷിക്തനാണെന്ന് എനിക്കറിയാം. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തി പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. അപ്പോൾ ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ചിലതിനെ കൂടി ദൈവസന്നിധിയിലേക്ക് വിളിച്ചു വരുത്തുമെന്ന്. ദൈവജനമേ, നിങ്ങൾ ആ അത്ഭുതങ്ങളെ, അടയാളങ്ങളെ റിലീസ് ചെയ്യാനിടയായി തീരണം. ശുശ്രൂഷയിലിരിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ജനത്തെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുമെന്ന് അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും അവൻ വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്ന വചനം പറയുന്നത്. അതുകൊണ്ട് അത്ഭുതം വേണ്ടെന്ന് പറയല്ല, അടയാളങ്ങൾ വേണ്ടെന്ന് പറയല്ല. നിങ്ങൾ പ്രവചിക്കുമ്പോൾ നന്മ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ എന്ന് പറയല്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയുകയാണ്, അവർ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികൾ ദൈവം തന്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിക്കുന്നത് അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്, വീര്യപ്രവൃത്തികളാണ്. അത് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ജനം ആത്മാവിൽ അതിനെ മനസ്സിലാക്കണം, അതിനെ തിരിച്ചറിയുവാൻ തയ്യാറാകണം. പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതാണ് ജനത്തിന് കൈമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് വാഗ്ദത്തങ്ങൾ ആവശ്യമുണ്ട്, പ്രവചനദൂതുകൾ ആവശ്യമുണ്ട്, അവർക്ക് വിടുതൽ ആവശ്യമുണ്ട്, രോഗസൗഖ്യം ആവശ്യമുണ്ട്, സാമ്പത്തികമുള്ള നന്മകൾ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ ഇതെല്ലാം വചനത്തിന്റെ അകത്ത് നാം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു വ്യക്തിയോട് വിദേശത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതിനൊരു പ്രോസ്പെരിറ്റി ടീച്ചിങ് ആയി കാണാതെ അത് വചനം പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇന്ന് പകൽക്കാലം പ്രൊഫറ്റിക് മെസ്സേജിന് എതിരെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ ചിന്തിക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, അവൻ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് തന്റെ വചനത്തെ കർത്താവ് ഉറപ്പിച്ചത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ഹല്ലേലൂയ. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. പ്രിയമുള്ളവരെ, ഇങ്ങനെ അവർ ചെയ്യണമെങ്കിൽ പത്രോസിന്റെ നിഴലിൽ രോഗത്തിന്റെ സൗഖ്യം വ്യാപരിക്കുന്നു എന്നുള്ള ബോധ്യം അവരുടെ അകത്തളത്തിൽ കത്തിയത് കൊണ്ടല്ലേ പത്രോസ് അങ്ങനെ ഒരു അത്ഭുതങ്ങൾ
അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ ചെയ്തില്ലായിരുന്നെങ്കിൽ ജനത്തിന് ഇത് അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഞാൻ നോക്കിക്കേ, ഞാൻ എൻ്റെ ബൈബിളിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു: സിനി കടന്നു പോകുമ്പോൾ അവളുടെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കൊണ്ടുവന്ന് കിടത്തും. പ്രൈസ് ദി ലോർഡ്. അതെന്റെ വിശ്വാസമാണ്, അതെന്റെ ആഗ്രഹമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ബൈബിളിൻ്റെ അകത്ത് അങ്ങനെ എഴുതി വെച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പ്രൈസ് ദി ലോർഡ് രോഗത്തിന്റെ സൗഖ്യത്തിനുള്ള ഒരു അഭിഷേകം വ്യാപരിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഗ്ലോറി അവന്റെ വസ്ത്രത്തിൽ വ്യാപരിച്ചിരുന്നുവെങ്കിൽ, അതേ ക്രിസ്തു ഇപ്പൊ എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും വസ്ത്രത്തിൽ ആ അഭിഷേകമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നിഴലിൽ ആ അഭിഷേകമുണ്ടെന്ന് വിശ്വസിക്കാനിടയായി തീരണം. പ്രൈസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദേവദാസിമാരെ, അഭിഷിക്തന്മാരെ, ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ ദേവദാസിമാരോട്, ദേവദാസന്മാരോട്, വിശ്വാസികളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളുടെ നിഴലിലും അഭിഷേകം വ്യാപരിക്കും. പത്രോസിൽ വ്യാപരിച്ച അതേ അഭിഷേകമാണ് ഇന്ന് രാത്രിയിലും എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് വലിയത് പ്രതീക്ഷിക്കുക, വലിയത് പ്രതീക്ഷിക്കുക. അത് തന്നെ കർത്താവ് നിങ്ങൾക്ക് കൈമാറുവാനിടയായി തീരും. ഭക്തന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ്, മാനിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുമെന്ന്. പ്രൈസ്. ആഗ്രഹങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമെന്നല്ല പറഞ്ഞത്. ഭക്തന്റെ ഹൃദയത്തിലെ നിങ്ങളൊരു ഭക്തനാണോ, നിങ്ങളൊരു ഭക്തയാണോ എങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കഴിയത്തില്ല കേട്ടോ. നിങ്ങളേറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് കഴിയത്തില്ല, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കഴിയത്തില്ല, നിങ്ങളുടെ ദൈവസഭയ്ക്ക് കഴിയത്തില്ല, നിങ്ങളുടെ ദൈവദാസന് കഴിഞ്ഞെന്ന് വരത്തില്ല, നിങ്ങളെ ഏറെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭക്തന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ്. ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുവാൻ ഒരു പിതാവുണ്ടെങ്കിൽ അത് സ്വർഗീയ പിതാവാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ആഗ്രഹങ്ങളെ മാനിക്കാൻ ശക്തനായ ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാമേൻ പറ. ശാന്തര ധുരാരകസം ധരേധിയൽ ധരാധല നിങ്ങൾ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും ഒരാഗ്രഹമില്ലെന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ, എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം വചനം പറയുന്ന സകല ശുശ്രൂഷകളും ചെയ്തെടുക്കണം, വചനം പറയുന്ന സകല അത്ഭുതങ്ങളും ചെയ്യണം, വചനം പറയുന്ന സകല വീര്യപ്രവൃത്തികളും ചെയ്യണം, വചനം പറയുന്ന സകല അടയാളങ്ങളും ചെയ്യണം. ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്നുള്ള ഭയങ്കരമുള്ള ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആ ദൂതനെ ഞാൻ സ്വീകരിക്കും. ഭക്തന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന കർത്താവ് ജീവനറ്റ അനേകർക്ക് ജീവൻ കൊടുക്കണമെന്ന്, യേശുവിന്റെ നാമത്തിലുള്ള നിത്യജീവനെ കൈമാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന കർത്താവിനെ ഞാൻ ഉയർത്തും. പ്രൈസ്, പ്രൈസ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അവരെല്ലാവരും പ്രൈസ് ദി ലോർഡ് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുവന്നവരൊക്കെയും സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടിയെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ടാമി ഹാർവസ്റ്റ് റിവൈവൽ ചർച്ചിനോട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദൂതുണ്ട്. പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. വിശ്വസിക്കുന്ന ദൈവസഭ പട്ടണങ്ങളിൽ നിന്ന്
നിന്ന് ഇതിന്റെ പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടുമെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറ. കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. നശിച്ചു പോകുന്ന ദൈവജനം ദൈവസന്നിധിയിൽ വന്ന് അവർ രക്ഷ പ്രാപിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായവനെ കണ്ടെത്തുവാൻ കർത്താവ് കൃപ കൊടുക്കുമാറാകട്ടെ. പുരുഷാരം വരുമ്പോൾ അവർ രോഗികളെ കൊണ്ടുവന്നു കേട്ടോ. അവർ വെറുതെ വന്നതല്ല, അവർ രോഗികളെ കൊണ്ടുവന്നു. അവർ അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെ കൊണ്ടുവന്നു. അപ്പൊ വരുന്ന പുരുഷാരം വിശ്വസിക്കുന്ന പുരുഷാരമാണ്. ദൈവത്തിലും അവന്റെ ശക്തിയിലും അവന്റെ അത്ഭുതത്തിലും വിശ്വസിക്കുന്ന പുരുഷാരമാണ് പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയത്. അങ്ങനെയെങ്കിൽ ഈ ദൈവസഭയ്ക്കകത്ത് പുരുഷാരം വന്നുകൂടുമ്പോൾ അത് വിശ്വസിക്കുന്ന ഒരു പുരുഷാരമാണ്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. രോഗികളെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ഈ വിശ്വാസത്തോടെ കടന്നു വരുന്ന പുരുഷാരമാണ് വരുന്നത്. നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിവിടെ 2-3 പേരേ ഉള്ളൂ, പിന്നെ എന്തിനാ സിസ്റ്റർ ഇങ്ങനെ തൊണ്ട പൊട്ടിക്കുന്നതെന്നാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാം, നിങ്ങൾക്കില്ലാത്തൊരു വെളിപ്പാട് എൻ്റെ അകത്ത് കടന്ന് കത്തുന്നത് കൊണ്ടാകട്ടോ. 3 പേർക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഞാൻ പറയാം, ഈ ശൂന്യമായി കിടക്കുന്ന ചെയറിനെ നോക്കി ഞാൻ എൻ്റെ തൊണ്ട പൊട്ടിച്ച് 3 പേർക്ക് വേണ്ടി ഞാൻ ഇത്ര സൗണ്ട് എടുക്കുന്നെങ്കിൽ 3000 കണ്ടുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. 30,000 തരാൻ, 3 ലക്ഷത്തെ തരാൻ എൻ്റെ സ്വർഗം വിശ്വസ്തനാണ്. ഈ പട്ടണങ്ങൾ ഇത്ര ലക്ഷം ജനമില്ലാഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ തൊണ്ട കൊണ്ട് സ്വർഗം എനിക്ക് തന്നിരിക്കുന്ന ഈ തൊണ്ട ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നെങ്കിൽ 3 പേർക്ക് ഇത്ര ഉപയോഗിച്ചെങ്കിൽ 30 ലക്ഷത്തെ തരാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. മോശയെ നയിച്ചൊരു ദൈവമാണ്. ജനത്തിനു വേണ്ടി മോശയെ ലീഡറാക്കിയ ദൈവത്തിനെയാണ് ഞാൻ ഇന്നും സേവിക്കുന്നത്. അതുകൊണ്ട് ഈ തൊണ്ടയെ കർത്താവ് മാനിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി വന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശ്വസ്തന. പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തന. വാക്ക് പറഞ്ഞാൽ അവൻ മാറത്തില്ല. അത് മാറാൻ അവൻ നമ്മുടെ ഗണത്തിലുള്ളവനല്ലെന്ന്. വാക്ക് പറഞ്ഞാൽ മാറാൻ അവൻ മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശബ്ദത്തിൽ പ്രസംഗിക്കാനിടയായിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും പറയാറുണ്ട്, പൗലോസിന് വെളിപ്പാടിൻ്റെ ആധിക്യമുണ്ടായിരുന്നു അല്ലേ? വെളിപ്പാടിൻ്റെ ആധിക്യം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അനുഭവം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പൗലോസിനെ കൊണ്ട് വെളിപ്പാടൊന്നും തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. കണ്ണെത്താത്ത ആഴങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഈ വചനം, സത്യവേദ പുസ്തകം ഇസ് എൻ ഓഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഓഷ്യനായിട്ടാണ് കിടക്കുന്നത്. ആഗ്രഹിക്കുന്നവരെ കർത്താവ് അതിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കരയിലുള്ള വെള്ളം കണ്ടപ്പോഴത്തേനും നിങ്ങൾ പേടിച്ചു പോയോ? അത്രയും അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഇതിലേക്ക് ആഴങ്ങൾ കടപ്പുണ്ട് പ്രിയപ്പെട്ടവളെ. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാര് പൗലോസ് അടക്കമുള്ള അഭിഷിക്തന്മാർ കൈമാറിയ വെളിപ്പാടിന്റെ ആഴങ്ങൾ മാത്രമല്ല കേട്ടോ, അതിലും ആഴങ്ങൾ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതുപോലെ, ഞാൻ നിന്നോട് അറിയിക്കാമെന്ന് പറഞ്ഞതുപോലെ രാത്രികാലം ആഴങ്ങളുണ്ട്. പോകുവാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥനയിൽ മടുത്തു പോകല്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിൽ മടുത്തു പോകല്ല. ഇന്ന് രാത്രികാലം യേശുവിന് എന്തും ചെയ്യാൻ കഴിയും. നിങ്ങൾ അത് വിശ്വസിക്കണം. എന്തും ചെയ്യാൻ കഴിയും. നിങ്ങൾ അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. ഇന്ന് രാവിലെ ഞാനൊരു മെസ്സേജ് ഇങ്ങനെ കേട്ടപ്പോൾ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, യു ആർ ദ സ്പെഷ്യലിസ്റ്റ് ടു ഹീൽ ദ ക്യാൻസർ. പ്രൈസ്. ഞാൻ ആ ദൂത് കേട്ടപ്പോൾ തന്നെ ചാടി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. യു ആർ ദ സ്പെഷ്യലിസ്റ്റ് ടു ഹീൽ ദ ക്യാൻസർ. പ്രൈസ് ദി ലോർഡ്. ക്യാൻസർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് ക്യാൻസർ പിടിച്ചിരിക്കുന്ന ചിലതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഹീലാകാൻ പ്രാർത്ഥിച്ചേക്കണം. പ്രൈസ് ദി ലോർഡ്. ഒറിജിനൽ ക്യാൻസർ പിടിക്കുന്നതിന് മുമ്പ് ഹീലാകാൻ പ്രാർത്ഥിച്ചേക്കണം. ആത്മാവിൽ നിങ്ങൾ ശക്തിപ്പെട്ടാൽ നിങ്ങളുടെ ശരീരവും ബലപ്പെടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൽ ബലപ്പെട്ടാൽ ശരീരവും ബലപ്പെടും. ആത്മാവിൽ ശക്തിപ്പെട്ടാൽ ശരീരത്തിൻ്റെ അകത്തും ശക്തി ഉണ്ടാകും.
ആത്മാവിൽ പുഷ്ടി ഉണ്ടായാൽ ശരീരത്തിന്റെ അകത്തും പുഷ്ടി ഉണ്ടാകണം. ആദ്യം ആത്മാവിന് ഹീലാകണം, എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തും മനസ്സിലും ഹീലാകുവാൻ തക്കവണ്ണമിടയായി തീരും. ഞാനിത് പറയുമ്പോൾ ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കുന്നു കേട്ടോ. ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കുന്നു. ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കുകയാണ്. ഹീലിംഗ് മിനിസ്ട്രി ചെയ്യാൻ താല്പര്യമുള്ള സകല ജനവും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഒരു ഹീലിംഗ് അനോയിന്റിംഗ് വ്യാപരിക്കുന്നു കേട്ടോ. ഓ, യു ആർ ദ സ്പെഷ്യലിസ്റ്റ് ടു ഹീൽ ദ ക്യാൻസർ, ടു ഹീൽ ദ ക്യാൻസർ. ചിലപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ല, പക്ഷേ അഭിഷേകം കൊണ്ട് നിങ്ങൾക്ക് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ രാമൻ ഇപ്പോ പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി. അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, അടയാളങ്ങൾ കണ്ടപ്പോൾ, വീരപ്രവൃത്തികൾ കണ്ടപ്പോൾ, അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ പുരുഷാരം വന്നുകൂടി. അപ്പോൾ ചിലതിനൊക്കെ വിളിക്കാൻ നമ്മുടെ മേൽ എന്തുണ്ടാകണം? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഈ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ കൊണ്ടുവന്നു, വിശ്വാസത്താൽ അവർ സൗഖ്യം പ്രാപിച്ചു, അവർ സന്തോഷത്തോടെ മടങ്ങുവാനിടയായി തീർന്നു. പലപ്പോഴും ജീവിതത്തിന്റെ അകത്ത് മാറ്റമില്ലാതെ ഒരേ ലെവൽ തുടരുന്നതിന് കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിത്തറ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുവാനിടയായി തീരണം. നിങ്ങൾ ആഗ്രഹിച്ച വിടുതൽ ഈ ദൈവസഭയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദൈവസഭയിലേക്ക് ഓടും. കാര്യം എന്തെന്നറിയാമോ? ഈ ദൈവസഭയിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവമാണ് അടുത്ത ദൈവസഭയിലും ഉള്ളതെന്നുള്ള ബോധ്യമില്ല. അവിടെ എന്താ വേറെ ദൈവമുണ്ടോ? അവിടെ എന്താ വേറെ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? അവിടെ പുതിയ പരിശുദ്ധാത്മാവാണ് വന്നേക്കുന്നത്? അല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ അടിത്തറ നിങ്ങളൊന്ന് പരിശോധിക്കണം. ദൈവം നിങ്ങൾ ഏത് സഭയിലാണ് ഉറപ്പിച്ചത്, ആ സഭയിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങൾ വിടുതൽ കാണുവാനിടയായി തീരും. അതുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഉറച്ചു നിന്നാലേ കാണാൻ പറ്റത്തുള്ളെന്ന്, ഉറച്ചു നിന്നാലേ അനുഭവിക്കാൻ പറ്റത്തുള്ളെന്ന്. ഇന്ന് രാത്രികാലം നിങ്ങളെ അടിസ്ഥാനത്തെ ഉറപ്പിക്കാത്ത പൈശാചിക മേഖലകളെ കണ്ടുപിടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് ദൈവസഭയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം തയ്യാറാക്കണം. നിങ്ങളൊരു ദൈവസഭയിൽ ഉറക്കുന്നെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ഉറച്ചെന്ന വിശ്വാസം, അതിന്റെ ഉറപ്പ്. ദൈവത്തിൽ നിങ്ങൾ ഉറയ്ക്കാൻ തയ്യാറാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വളരെ താഴ്മയോടുകൂടി ഞാൻ നിങ്ങളോട് കൈമാറുകയാണ്. ദയവായി നിങ്ങളായിരിക്കുന്ന ദൈവസഭയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാതെ പൈശാചിക മേഖലയിൽ നിങ്ങൾ കാണാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. വിടുതൽ ലഭിക്കുന്നത് വരെയും നിങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ദൈവദാസനെ കുറ്റം പറയല്ല, ദൈവദാസ കുറ്റം പറയല്ല. ഇന്ന് രാത്രികാലം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾ, ചില ഒരാഴ്ചകൾക്ക് മുമ്പ് അച്ചാച്ചൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ ആഴ്ചയിലും ദൈവദാസിയല്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് വിശ്വാസികളൊക്കെ മറ്റു സഭയിലേക്ക് പോയെന്നിരിക്കും എന്നിങ്ങനെ പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മാവിൽ പറയുകയാണ്, ദൈവദാസി പ്രസംഗിക്കുന്ന താല്പര്യമില്ലാത്ത ആരും ദൈവസഭയിലേക്ക് ദയവായി നിങ്ങൾ വരണ്ട. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്തെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് യേശു ആരാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു അഭിഷേകം എന്താണെന്നോ ശുശ്രൂഷ എന്താണെന്നോ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവുമില്ലാതിരുന്ന കാലത്ത് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് കൈമാറിയിരിക്കുന്ന വാഗ്ദത്ത നിവർത്തിയാണ് ഇപ്പോഴെൻ്റെ ജീവിതത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ശുശ്രൂഷയെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും കാൽവരെ കുറിച്ചും ഒന്നും എനിക്ക് യാതൊരു അറിവുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ദൂതിന്റെ നിവർത്തിയാണ്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കേട്ട വാഗ്ദത്തത്തിന്റെ നിവർത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, കർത്താവിന്റെ തന്നിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും? മറ്റൊരുവന്റെ വാഗ്ദത്ത നിവർത്തി അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാൻ കഴിയും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ. എനിക്ക് വാഗ്ദത്തം തന്ന അതേ ദൈവമല്ലേ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയത്? പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസിമാരെയും ഞാൻ കരം പിടിക്കാറുണ്ട്. അവരെ ഞാൻ എന്നാലാവോളം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം അത് ഞാൻ ചെയ്യാറുണ്ട്, അവരെ ഞാൻ ലിഫ്റ്റ് അപ്പ് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും വ്യക്തിപരമായിട്ട് ലിഫ്റ്റ് അപ്പ് ചെയ്തില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷയമില്ല. കാര്യം എൻ്റെ അകത്ത് കത്തുന്നൊരു തീയുണ്ട്, എനിക്കറിയാം ഉലകത്തിൽ ഒരു വാക്കിനും എൻ്റെ അകത്തെ തീയെ കെടുത്തി കളയാൻ പറ്റത്തില്ല. കാര്യം മരിച്ചു പോകേണ്ട സ്ഥാനത്ത് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കും. ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കുന്നില്ല എങ്കിൽ അന്ന് ഞാൻ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ അവസാന ശ്വാസം വരെയും എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ കത്തിയെരിയും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എന്താ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും അത് ഞാൻ ചെയ്യും. കാര്യം ഒരിക്കലായി ഞാൻ ഇത് അനുഭവിച്ചതാണ്, ഒരിക്കലായി ദൈവത്തിൻ്റെ സന്നിധി ചെന്നൊരനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയതാണ്. അന്ന് ഞാൻ യേശുവിനോട് ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, ഒരു വെള്ള വസ്ത്രധാരിയായിരിക്കുന്ന ഒരു പുരുഷൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്നും കാണാമല്ല, അദ്ദേഹത്തെ മാത്രമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കർത്താവേ, ഞാൻ മരിച്ചിട്ടാണോ ഇവിടെ വന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ അലറിക്കരഞ്ഞു, അയ്യോ കർത്താവേ, യേശുവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. അയ്യോ, ഇത് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെയാണോ ഞാൻ മരിച്ചു വന്നത്? ഞാൻ അലറിക്കരഞ്ഞു. ഇനി ഹെൽപ്ലെസ് ആയിരിക്കുന്ന, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അലറിക്കരയാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കേട്ട ഒരു ദൈവ ശബ്ദമാണ്, പോയി ഒരു ദൈവദാസനെ വിവാഹം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പ്രകാരം ഞാൻ ഒരു ദൈവദാസനെ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ കുവൈറ്റിലേക്ക് ടീച്ചിങ് പ്രൊഫഷനോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പോകുവാൻ വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചില്ല, ഞാൻ ആരോടും ആലോചന ചോദിച്ചില്ല. ഞാൻ അച്ചാച്ചനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, ഞാനൊരു ദൈവ ശബ്ദം കേട്ടു, പൂർണ്ണമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, കുറച്ചും കൂടെ വർഷങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ദൈവദാസന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദൈവ ശബ്ദം കേട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ അച്ചാച്ചന്റെ കൂടെ ശുശ്രൂഷകളിലേക്ക് പോയി തുടങ്ങുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അനോയിന്റിങ് ഇമ്പാർട്ടേഷൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ചാച്ചനോട് പറഞ്ഞു, എപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളിൽ ഇറങ്ങി എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ എൻ്റെ മേലൊരു ഇമ്പാർട്ടേഷൻ ചെയ്യണം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ പറയാം, ശക്തമേറെ ദൈവദാസന്മാർ ആ ചാച്ചന്റെ തലയിൽ വെച്ച് ഇമ്പാർട്ടേഷൻ ചെയ്തപ്പോൾ ഭവനത്തിൽ വന്നതിന്റെ ശേഷം അതെന്റെ തലയിൽ ഇമ്പാർട്ടേഷൻ ചെയ്ത് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, വചനം ശുശ്രൂഷിക്കുക. ഞാൻ അതിനും ചെവി കൊടുത്തു. വചനം ശുശ്രൂഷിക്കാൻ എനിക്കറിയത്തില്ല. ആദ്യമ കാലഘട്ടങ്ങളിൽ ഞാൻ നോട്ട്ബുക്കിൽ പരിശുദ്ധാത്മാവ് തരുന്നത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വച്ച് ശുശ്രൂഷിച്ചു. എന്നാൽ ഇന്ന് പ്രൈസ് ദി ലോർഡ്, അങ്ങനെ ചില നാളുകൾ പോയി. എന്നാൽ ഇന്ന് ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പരിശുദ്ധാത്മാവ് തരുന്നു അത് ധൈര്യത്തോടെ പറവാൻ, പരിശുദ്ധാത്മാവിൽ പറയാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. പറഞ്ഞു വന്നതിന്റെ അർത്ഥം സ്റ്റെപ്പ്
സ്റ്റെപ്പായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, മാനസിക രോഗികൾ സൗഖ്യമാകും. പ്രൈസ് ദി ലോർഡ്, ഒത്തിരി മാനസിക രോഗികൾ വിളിക്കാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സകല രോഗികളെയും സൗഖ്യമാക്കുവാൻ നിനക്ക് ഞാൻ അധികാരത്തെ തരുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാ രോഗികൾക്കും ഞാൻ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞത്, നിങ്ങളെ തന്നെ വിട്ടുകൊടുത്താൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം തയ്യാറാകും. പ്രൈസ് ദി ലോർഡ്, ഉപയോഗിക്കാൻ തക്കവണ്ണം തയ്യാറാകും. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരാമേൻ പെരാ ധീരബല ഘടകസി. ഇന്ന് പകല് ഒരു ദൈവദാസി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പലവട്ടം വിളിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ ഒരു ദൈവദാസി എന്നോട് വിളിച്ചു. ആ ദൈവദാസി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, പ്രൈസ് ദി ലോർഡ്, ഇത്രയും വലിയൊരു ദൈവദാസിയോട് സംസാരിക്കുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, എന്നെക്കാളധികമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്, ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഞാൻ പറയാം, ഞാനൊരു ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ മാറായാണ്, നീ അനേകർക്ക് മാധുര്യമുള്ളവരായി തീരും. നിന്നെ കാണണമെന്ന്, നേരിട്ട് കാണണമെന്ന് പലരും ആഗ്രഹിക്കും. പക്ഷെ അവർ നിന്നെ ടി വിയിലൂടെ കാണത്തുള്ളൂ കേട്ടോ. അവർക്ക് നിന്നെ സ്ക്രീനിലൂടെ കാണാൻ പറ്റത്തുള്ളൂ. അന്നൊന്നും മീഡിയ മിനിസ്ട്രിയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. മീഡിയ മിനിസ്ട്രി എന്തെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷയെ കുറിച്ച് വലിയ ബോധവും അറിവും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്നെ സ്ക്രീനിൽ കാണുമെന്ന്. അതായത് മീഡിയ മിനിസ്ട്രി ഉണ്ടെന്ന് അതെന്തെന്ന് പോലും അറിയാത്ത കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ എനിക്കും അച്ചാച്ചനും ഒരു കോമൺ കോളിംഗ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നത്. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ചില കോമൺ കോളിംഗ് ചില കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയിട്ടുണ്ട്. അഭിഷിക്തന്മാരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അഭിഷിക്തനെ, നിങ്ങളുടെ മേലൊരു കോമൺ കോളിംഗ്, കുടുംബത്തിന്റെ അകത്ത് ഒരു കോമൺ കോളിംഗ് ഉണ്ടെന്ന് ആത്മാവ് കൈമാറുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരിയെയും ഈ ശുശ്രൂഷയ്ക്കകത്ത് നിങ്ങൾ കരം പിടിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണമെന്ന് ആത്മാവ് പ്രവചിക്കാൻ തക്കവണ്ണം തയ്യാറാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ഡിവൈൻ കോമൺ കോളിംഗ് പരിശുദ്ധാത്മാവ് കൈമാറിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു കോമൺ കോളിംഗ്, ഒരു ദൈവിക വിളിയുണ്ടെന്ന് ആത്മാവ് കൈമാറുന്നു കേട്ടോ. നിങ്ങൾ അതിലേക്ക് കരം പിടിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ കുടുംബമായി ഒരുമിച്ച് ഒരേ രാജ്യങ്ങളിൽ ഒരേ സ്റ്റേജിൽ കർത്താവ് നിങ്ങൾ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവദാസിമാരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു. ഇന്ന് രാത്രികാലം ആ കോമൺ കോളിംഗിലേക്ക്, ഡിവൈൻ കോമൺ കോളിംഗിലേക്ക് കർത്താവ് നിങ്ങളെ കരത്തിന് പിടിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിളിച്ചവൻ വിശ്വസ്തനാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നല്ല പ്രവൃത്തി ആരംഭിച്ചവനെ കണ്ടില്ലെന്ന് നടിക്കല്ല. നല്ല പ്രവൃത്തി ആരംഭിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാക്കണം. നാം ഇന്ന് കേട്ട വചനം പോലെ തന്നെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഓരോ കുടുംബത്തെയും കർത്താവ് ഉറപ്പിക്കട്ടെ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിച്ചു പോന്നു എന്ന വചനത്തിൽ ഞാൻ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം ചിലതിനെ കർത്താവ് ഉറപ്പിക്കാൻ പോകുകയാണ്. ചില അടയാളങ്ങളാൽ, ചില അത്ഭുതങ്ങളാൽ കർത്താവ് ചിലതിനെ ഉറപ്പിക്കാനായി പോകുകയാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. റിഖാമ റീതൽ തര മൗഡി അർത്ഥമന റിയൽ സൈഡകര ഗത്താലക ലിഖാനബ